ഒരു പരീക്ഷയും എഴുതാതെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടണോ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതുമായിക്കോട്ടെ, നമുക്കൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നിരവധി മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സർക്കാർ ഈ രീതിയിലുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? വെറും ഇന്റർവ്യൂവിന്റെയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെയോ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്കൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാം? എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങൾ? അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സൈറ്റുകളിൽ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഗ്രാമീൺ ഡക് സേവക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് GDS നോട്ടിഫിക്കേഷൻ. നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇത് വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതായത് നിങ്ങളുടെ 10th ലെവലിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിന്റെ അടുത്ത് തന്നെ ജോലി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ ഒരു ജോലി കിട്ടാനായിട്ട് പോകുന്നത്. നമുക്ക് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡക് സേവക് തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പാർട്ട് ടൈം അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ജോബായിട്ട് തന്നെ കൂട്ടാൻ പറ്റും. കാരണം നമുക്കൊരു രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ 3 വരെയൊക്കെ ചിലപ്പോൾ വർക്ക് ഉണ്ടാവുള്ളൂ. ഫുൾ ഡേ ഇരിക്കുന്ന ഒരു വർക്ക് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ദൂരത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു ജോലി കിട്ടാനായിട്ട് പോകുന്നത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ india.post.government.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ അടുത്ത് തോന്നുന്നു എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിലോട്ടൊന്ന് വിട്ടോ. ഇനി മറ്റൊരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BPCL, ONGC, അതുപോലെ തന്നെ ഗെയിൽ എന്നിങ്ങനെ ഗവൺമെന്റിന് ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. ഈ കമ്പനികളിലേക്കെല്ലാം ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ നമ്മൾ പലപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്രന്റീസുകളായിട്ട് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീസുകളായിട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം ഉണ്ട്, NAPS, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം ഉണ്ട്. ഈ സ്കീമൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലേക്കൊക്കെ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ 8ാം ക്ലാസ്, 10th, ITI, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, BTech എന്നുള്ള തുടങ്ങി സകല ക്വാളിഫിക്കേഷൻസിലുള്ളവരെയും റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഡോക്ക് യാർഡിലേക്കൊക്കെ, കൊച്ചിൻ പോർട്ടിലേക്കൊക്കെ ഒരുപാട് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോൺട്രാക്ച്വൽ ബേസിലാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് പെർമനന്റ് ആവാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് എക്സാമിനേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ CCAS എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ റെയിൽവേ ജോലികളിൽ കട്ട് ഓഫ് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് D പരീക്ഷ വരാനായിട്ടുണ്ട്. അപ്പോൾ CCAA അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്രന്റീസ്ഷിപ്പും കൂടി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വളരെ ചെറിയ കട്ട് ഓഫിൽ, അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതി ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പ് Dയുടെ ഒരു എക്സാമിനേഷൻ ഒരു 3-4 മാസത്തിനുള്ളിൽ വരും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആരും മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇതുവഴി തന്നെ മറ്റൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, അതുപോലെ തന്നെ IOCL, BPCL, ONGC, BHEL, DRDO, CSIR തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ എന്താണ് ഇതുപോലുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വെബ്സൈറ്റുകൾ ഫോളോ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോമൺ വെബ്സൈറ്റുകളെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പരിചയപ്പെടുത്തി തരാം. ആ ഒരു വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇതിന് സ്റ്റൈപ്പൻഡ് ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുക. ഒരു അപ്രന്റീസ്ഷിപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് ആണ് കിട്ടുന്നത്. വലിയ തെറ്റില്ലാത്തൊരു എമൗണ്ട് ഒക്കെ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു സർട്ടിഫിക്കറ്റിന് വളരെയധികം വാല്യൂ ഉണ്ടാവും. നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനീസിലൊക്കെ പോകുമ്പോൾ നല്ലൊരു വാല്യൂ അതിനുണ്ടാവും. കൂടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പെർമനന്റ് റിക്രൂട്ട്മെന്റിലേക്കും കൂടി ഈ ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കട്ട് ഓഫ് ഒക്കെ വളരെ കുറവായിരിക്കും. മറ്റ് ഗവൺമെന്റ് എക്സാമിനേഷൻസിന് പ്രത്യേക റിസർവേഷൻ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ വരുമ്പോൾ ആരും മിസ്സാക്കി കളയരുത്. കുറച്ച് സമയം നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോൺട്രാക്ച്വൽ വർക്കുകളാണ്. ഇത് മോസ്റ്റ് പ്രോബബ്ലി വാക്കിൻ ഇന്റർവ്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ,
സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലേക്ക് എന്താണ് ഈ ഒരു റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത് നമുക്ക് പ്രധാനമായിട്ടും നടത്തുന്ന ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നടത്താറുണ്ട്, എയിംസ് നടത്താറുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇന്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് നമ്മുടെ ഛത്തീസ്ഗഡിലുള്ളതാണ്, അത് നടത്താറുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നടത്താറുണ്ട്, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. ഇവരൊക്കെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകളിൽ അപ്പോൾ ഇതിന്റെ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐദർ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ജോബ് അലർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അത് അല്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇതിന്റെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. റിക്രൂട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഈ സൈറ്റുകളൊക്കെ ഒന്ന് ഡെയിലി കയറി അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാക്ക് ഇൻ ഇന്റർവ്യൂ അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് മാത്രമാണ്. പ്രത്യേകിച്ച് പരീക്ഷകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടോ, ഒരു ഇന്റർവ്യൂ എടുക്കും, അത്രേ ഉണ്ടാവുള്ളൂ ഇതിൽ സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്ച്വൽ ആണ്. ഓക്കെ, ഒരു കോൺട്രാക്ട് ബേസ് ആയിരിക്കും, 1 to 3 years ആണ്. പക്ഷേ അതിന് മുകളിലൊക്കെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ആ ഒരു പെർമനന്റ് ഹയറിംഗ് നടത്താതെ തന്നെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റാഫുകളൊക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇവർ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന പോസ്റ്റുകൾ പ്രൊജക്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ JRF SRF നിങ്ങൾക്കറിയാം സ്കോളർഷിപ്പിന്റെ കാര്യമൊക്കെ, പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഫീൽഡ് വർക്കർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, റിസർച്ച്, ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഹയർ ചെയ്യാറുണ്ട്. റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും പ്രൊജക്ട് അസിസ്റ്റന്റ് എന്നൊക്കെ പേരിൽ പല ഹയറിംഗ്സും നടക്കാറുണ്ട്. പ്രധാനമായിട്ടും ഹയർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് CSIR, അതുപോലെ ICMR, DRDO, അതുപോലെ തന്നെ ഈ IITസും NITസും ഹയർ ചെയ്യാറുണ്ട്. പിന്നെ ICAR, നീതി ആയോഗ് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെയൊക്കെ നീതി ആയോഗ് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എക്സാമിനേഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ആണോ നോക്കും, അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഹയർ ചെയ്യാറുണ്ട്. ടെക്നിക്കൽ എക്സ്പെർട്ടീസിന് വേണ്ടിയിട്ട് അവർ ഹയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും സിംപ്ലി വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അതുപോലെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ജോബിലേക്ക് വിളിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് എക്സാംസും കാര്യങ്ങളും അങ്ങനത്തെ പ്രത്യേകിച്ച് കടമകളോ ഒന്നും തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. അടുത്തതാണ് നമുക്ക് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കൾച്ചറൽ കോട്ടാസ് വഴി കിട്ടുന്നത്. നമുക്കറിയാം നമ്മുടെ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ എന്തെങ്കിലും റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ റെയിൽവേസ്, അതുപോലെ തന്നെ SBI, ബാങ്ക്സ്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഇവർക്ക് എല്ലാവരും തന്നെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് ജോലികൾ തരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും രീതിയിലുള്ള കൾച്ചറൽ അല്ലെങ്കിൽ സ്പോർട്സ് ലെവലിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയൽ ഉണ്ടാവും. സ്പോർട്സ് ആണെങ്കിൽ ട്രയൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. റിട്ടേൺ എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിൽ പോസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റബിൾ, ടിക്കറ്റ് കളക്ടർ, റെയിൽവേയിലാണെങ്കിൽ ടിക്കറ്റ് കളക്ടർ ഉണ്ടാവും, ക്ലർക്ക്, അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ റെയിൽവേസ് ഉണ്ട്, പോലീസ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, നമ്മുടെ ONGC, അതുപോലെ തന്നെ BPCL പോലുള്ള കമ്പനീസിലോട്ട് എന്താണ് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓരോ വർഷം നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ കളിച്ചിട്ട് ചുമ്മാ നമുക്കൊരു ജോലി ഇല്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ഇതുപോലുള്ള തൊഴിലവസരങ്ങളും കൂടി ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്തത് ടെക്നിക്കൽ അല്ലെങ്കിൽ ഓഫീസർ ലെവലിൽ ഡയറക്ട്ലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ടെക്നിക്കൽ അല്ലെങ്കിൽ ഓഫീസർ ലെവലിലോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ആക്ച്വലി കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ എന്നിരുന്നാലും ശരി, നമുക്ക് എന്താ പറയുക, ചില പബ്ലിക് സെക്ടർ പോസ്റ്റുകളിലേക്കൊക്കെ നല്ല രീതിക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ഇപ്പം നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റുകളായിട്ടുള്ള എഞ്ചിനീയേഴ്സിന്, ഡൊമൈൻ എക്സ്പേർട്ടുകളെ, അതൊക്കെ നമ്മുടെ ഗേറ്റിന്റെ സ്കോറും ഇന്റർവ്യൂ ഒക്കെ വെച്ച് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ ഗേറ്റ് സ്കോർ ഒക്കെ വെച്ച് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അത് അവർ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഗേറ്റ് സ്കോർ ചെക്ക് ചെയ്യും. പല മാനദണ്ഡങ്ങളാണ് പല റിക്രൂട്ട്മെന്റിന്റെ സമയത്തും. അപ്പോൾ അവർ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിടണം ഇതാണ് അവരുടെ മാനദണ്ഡമെന്ന്. അതനുസരിച്ച് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക. ഇവിടെ സീനിയർ ലെവൽ കോൺട്രാക്ച്വൽ റോൾസിന് കൊടുക്കാറുണ്ട് മിനിസ്ട്രീസിലേക്ക്. ഉദാഹരണത്തിന് അവരൊരു വലിയ പ്രൊജക്ട് നടത്തുകയാണ്. അപ്പോൾ അവർക്ക് കൺസൾട്ടന്റ് ആയിട്ട് വേണം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺസൾട്ടിംഗ് റോളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എക്സ് സർവീസ് മെന്നിനെ പല രീതിയിൽ വിളിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് എക്സാമിനേഷൻ എഴുതുമ്പോൾ തന്നെ പ്രത്യേക കട്ട് ഓഫും റിസർവേഷനും ഒക്കെ വെച്ച് റെയിൽവേസിലാണെങ്കിലും ശരി എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിലും കോട്ടകളുണ്ട്. അതല്ല എന്നാണെങ്കിൽ നമ്മളെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലേക്ക് എക്സ് സർവീസ് മെന്നിന് പ്രത്യേകമായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈറ്റുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും ഗസ്റ്റ് ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് വിളിക്കാറുണ്ട്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയിട്ട് കോൾസ് വരാറുണ്ട്. പഠിപ്പിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം
ഒരു കഴിവൊക്കെ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ JNU പോലുള്ള യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ കോൾ വരാറുണ്ട്. അപ്പോൾ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. IITസിലായിക്കോട്ടെ NITസിലായിക്കോട്ടെ ഇവിടെയൊക്കെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും ഗസ്റ്റ് ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് നിങ്ങളെ വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളുണ്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിലൊക്കെ, അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലോട്ടൊക്കെ ഇതൊക്കെ റെയർലി വിളിക്കുന്നതാണ്. അതായത് വളരെ ഹൈ എൻഡ് ആയിട്ട് നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, ആ ഒരു ഫീൽഡിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോസ്റ്റ് പ്രോബ്ലി അത്യാവശ്യം ഏജ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് വിളിക്കാറ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഒക്കെ അഡ്വൈസറി റോളിലേക്ക് അവരെ ചൂസ് ചെയ്യാറുണ്ട്. റയർലി വിളിക്കാറുള്ളൂ. കാരണം അവർക്ക് തോന്നുകയാണ് ഒരു വലിയ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു ടെക്നിക്കൽ അഡ്വൈസ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ വിളിക്കുന്ന ഒരു പോസ്റ്റാണിത്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള കോൺട്രാക്ച്വൽ ജോബ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും പ്രധാനമായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബുകളേക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്കീമുകളുടെ ഭാഗമായിട്ട് വിളിക്കും. ഇപ്പോൾ നിങ്ങൾ ആശാ വർക്കേഴ്സിനെ കേട്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് വിളിക്കും, ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് വിളിക്കും, അതുപോലെ PM ജൻ ആരോഗ്യ യോജന, അങ്ങനത്തെ അല്ലെങ്കിൽ ആയുഷ്മാൻ യോജന, ഇങ്ങനത്തെ ഒരുപാട് സ്കീമുകളുടെ ഭാഗമായിട്ടുള്ള ഏജന്റുകളൊക്കെ ആയിട്ടൊക്കെ പല രീതിയിലുള്ള ജോബുകളിലേക്ക് നിങ്ങളെ കോൺട്രാക്ച്വൽ ബേസിൽ വിളിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കോർഡിനേറ്റർ, ഫീൽഡ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മിഷൻസിലേക്ക് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളേക്കാണ്. ഇതുപോലെ പല രീതിയിലുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സൈറ്റ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഒരു സ്കീമുകളെങ്കിലും റിക്രൂട്ട്മെന്റും കാര്യങ്ങളും ഡയറക്റ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ജോബിനൊക്കെ വേണ്ടിയിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട വെബ്സൈറ്റുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേത് നാഷണൽ കരിയർ സർവീസ് പോർട്ടലാണ്. ncs.government.in നിങ്ങൾ ഒരു ജോബ് സീക്കർ ആയിട്ട് രജിസ്റ്റർ ചെയ്തേക്കാം. നിർബന്ധമായും നിങ്ങൾ ഒരു ജോബ് സീക്കർ ആയിട്ട് രജിസ്റ്റർ ചെയ്തേക്കാം. നിങ്ങൾക്ക് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ BECIL നമ്മുടെ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ്. ഈ ഒരു വെബ്സൈറ്റിലും കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്തോ. നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാത്തവർക്കും രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യ ഗവൺമെന്റ് jobs.in അല്ലെങ്കിൽ freejobalert.com തുടങ്ങിയ സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസിനെ കുറിച്ചുള്ള അലർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ researchersjob.com, റിസർച്ചേഴ്സിനെ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. researchersjob.com എന്ന് പറഞ്ഞ സൈറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. biotechnica.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറി നോക്കിയേക്കുക. ഈ വെബ്സൈറ്റുകളൊക്കെ എന്താണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോബുകളെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടി ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു സമയത്ത് ഒരു ജോലി ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് വരില്ല. വലിയ തെറ്റില്ലാത്തൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. പിന്നെ ഈ ജോബുകളിലോട്ടൊക്കെ ടെമ്പററി ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർമനന്റ് ആവാൻ ഇതർ എക്സാമിനേഷനിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ പെർമനന്റ് ആവാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. മറ്റുള്ളവരുടെ അത്രയും മെനക്കാളാതെ തന്നെ നമുക്ക് ഈ ഒരു ജോബുകളിലേക്ക് എത്തിപ്പെടാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഒരു SSC ഫ്രീ വർക്ക്ഷോപ്പ് ഏപ്രിൽ 12-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള ജോബും അതുപോലെ തന്നെ എക്സാം ബേസ്ഡ് ജോബും ഇന്റർവ്യൂ ബേസ്ഡ് ജോബും എന്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ 8281223366 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം വേണ്ടി വരുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു 4 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. 3 മാസം മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ. അതിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി അഗ്നി ബാച്ച് നമുക്ക് റണ്ണിങ് ആണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകളും നോട്ടുകളുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് സ്വയം സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താഴെ കാണുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് നോട്ട്സ് ഒന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന പക്ക നോട്ടുകളാണ്. PPT അല്ല, നല്ല പക്ക നോട്ടുകളാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യാത്ത പോലുള്ള കിഡിലൻ മെന്റർഷിപ്പുകളുണ്ട്. വീക്കിലി അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ ആൻഡ് സ്ട്രാറ്റജി സെഷൻ ഉണ്ട്. തുടങ്ങിയ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട സകല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ അഗ്നി ബാച്ച്. അപ്പോൾ ഒരു അഗ്നി ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഡീറ്റെയിൽസിനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നല്ല എന്റർടൈൻമെന്റ് രീതിയിൽ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടാണെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.